നമസ്കാരം. ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്ന വിഷയം, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും സമചിത്തതയോടുകൂടി അതിനെയൊക്കെ നേരിട്ട് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുത്ത് ശാന്തിയും സന്തോഷവും സമാധാനവും എല്ലാ സമയത്തും ആസ്വദിച്ചും അനുഭവിച്ചും എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ കൺമുമ്പിൽ ഇപ്പോഴുള്ള ഈ ജീവിതം അല്ലെങ്കിൽ ഈ ജന്മം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും ഇത് നമുക്ക് വരദാനമായി കിട്ടിയതാണെന്നും ഇതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ വിധത്തിലുള്ള സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കാനുള്ള എല്ലാ അവകാശവും അർഹതയും നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിന് പുറകെ നമ്മൾ ഓടുന്നതിന് പകരം അതെല്ലാം നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്നതിനെ പറ്റിയുള്ള രഹസ്യവിദ്യകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ ജീവിതം നമ്മളുടെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുന്നതിനെ പറ്റിയുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ പകച്ചു പോകാറുണ്ട് അല്ലേ, വല്ലാതെ തളർന്നു പോകാറുണ്ട് അല്ലേ. അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ച് നമ്മൾ രക്ഷപ്പെട്ടെങ്കിലെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലേ. ആരെങ്കിലും ഒരു സഹായഹസ്തം നീട്ടിയിരുന്നെങ്കിലെന്നും നമ്മൾ ആശിച്ചു പോകാറുണ്ട് അല്ലേ. എവിടുന്നെങ്കിലും ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അതിൽ കയറി പിടിച്ച് രക്ഷപ്പെടാമായിരുന്നു എന്നും നമ്മളും ആശിച്ചിട്ടുണ്ട്, ശരിയല്ലേ. എന്നാൽ അതിനുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് വലിയ തത്വചിന്തയോ പുസ്തകത്താളുകളിൽ മാത്രം കാണുന്ന സിദ്ധാന്തമോ ഒന്നുമല്ല, മറിച്ച് ഇത് ജീവിതം കൊണ്ടറിഞ്ഞ ചില പ്രായോഗിക സത്യങ്ങളാണ്. എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിതം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് അവൻ എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുന്നത് എന്നതിനെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് ഘട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നുള്ളത്. നമ്മളുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, നമ്മൾ ഒരിക്കലും ഇവിടെ ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ നമ്മുടെ മനസ്സ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയായിരിക്കും. അന്ന് ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, അന്ന് ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, ഞാൻ അന്നവിടെ പോകാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അന്നവിടെ പോകാതിരുന്നത് വലിയ തെറ്റായി പോയി എന്നിങ്ങനെ. അതുമല്ലെങ്കിൽ നമ്മൾ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് ഓർത്ത് ആദ്യ പിടിച്ചിരിക്കുകയായിരിക്കും. നാളെ എന്തു സംഭവിക്കും, എൻ്റെ മക്കളുടെ ഭാവി എന്താകും, എൻ്റെ ജോലിയുടെ കാര്യം എന്താകും, എൻ്റെ ബിസിനസ്സിന് എന്തെങ്കിലും സംഭവിക്കുമോ, എനിക്ക് എന്തെങ്കിലും അസുഖം വരുമോ, എൻ്റെ ജീവിത പങ്കാളി എന്നെ വഞ്ചിക്കുമോ എന്നിങ്ങനെ. ഈ കഴിഞ്ഞുപോയ കഴിഞ്ഞ കാലത്തിൻ്റെ ഭാരവും വരാനിരിക്കുന്ന ഭാവിയുടെ ആങ്സൈറ്റിയും അല്ലെങ്കിൽ ഉത്കണ്ഠയും പേറി നമ്മളുടെ കയ്യിലുള്ള ഒരേ ഒരു നിധിയായ ഇപ്പോഴുള്ള ഈ പ്രസന്റ് മൊമെന്റിനെ നമ്മൾ മറന്നു കളയുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ ജീവിതത്തിൽ ആകെ നിരാശനായ ഒരു ചെറുപ്പക്കാരൻ വിവേകശാലിയായ ഒരു സന്യാസിയെ തേടിയിറങ്ങി. ഒരുപാട് അലഞ്ഞതിന് ശേഷം ഒരു പുഴയുടെ തീരത്ത് ശാന്തനായി ധ്യാനിക്കുന്ന ഒരു സന്യാസിയെ അയാൾ കണ്ടുമുട്ടി. ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിരുന്നു. സന്യാസി ധ്യാനത്തിൽ നിന്ന് ഉണരാൻ അയാൾ കാത്തിരുന്നു. അവസാനം സന്യാസി ധ്യാനത്തിൽ നിന്നുണർന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ ആ സന്യാസിയോട് പറഞ്ഞു, ഗുരു, എൻ്റെ മനസ്സ് ഒട്ടും ശാന്തമല്ല. കഴിഞ്ഞ കാലത്തെ ഓർത്ത്, ഞാൻ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ വളരെ ദുഃഖിതനാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ ഓർത്ത് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു എന്നൊക്കെ. അയാൾ ചോദിച്ചു, അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. സന്യാസി ഒന്നും പറഞ്ഞില്ല. പകരം അദ്ദേഹം ആ തൊട്ടുമുമ്പിൽ ഒഴുകുന്ന പുഴയിലേക്ക് വിരൽ ചൂണ്ടി ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് ആ വെള്ളത്തിലൊന്ന് കൈവയ്ക്കാമോ എന്ന്. ആ ചെറുപ്പക്കാരൻ ഒട്ടും അമാന്തിക്കാതെ പുഴയിലിറങ്ങി കൈവച്ചു. അപ്പോൾ സന്യാസി വീണ്ടും ചോദിച്ചു, നീ ഇപ്പോൾ തൊട്ട അതേ വെള്ളത്തിൽ നിനക്ക് ഒന്നുകൂടി കൈവയ്ക്കാമോ എന്ന്. അപ്പോൾ സ്വാഭാവികമായും ആ ചെറുപ്പക്കാരൻ ഒന്ന് സംശയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇല്ല, അതെങ്ങനെ സാധിക്കും? കാരണം ഞാൻ തൊട്ട വെള്ളം ഒഴുകിപ്പോയില്ലേ. അപ്പോൾ ആ സന്യാസി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതുതന്നെയാണ് ജീവിതവും. നീ ദുഃഖിക്കുന്ന കഴിഞ്ഞ കാലം ആ ഒഴുകിപ്പോയ വെള്ളം പോലെയാണ്. അത് പോയി, ഇനി ഒരിക്കലും അതിൽ തൊടാൻ നിനക്ക് കഴിയില്ല. അതുപോലെ തന്നെ നീ ഭയപ്പെടുന്ന ഭാവി വരാനിരിക്കുന്ന വെള്ളം പോലെയുമാണ്. അത് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നിന്റെ കയ്യിലുള്ളത് എന്താണ്? ഇപ്പോൾ നിന്റെ കയ്യിൽ തട്ടുന്ന ആ വെള്ളം മാത്രം. അതല്ലേ ശരി? അപ്പോൾ ആ ചെറുപ്പക്കാരന് കാര്യം മനസ്സിലായി. നമ്മുടെ ജീവിതം ഒഴുകുന്ന പുഴ പോലെയാണ്. ഓരോ നിമിഷവും പുതിയതാണ്. ഭൂതകാലം വെറും ഓർമ്മകൾ മാത്രമാണ്, ഭാവി വെറും സങ്കല്പവും. എന്നാൽ യഥാർത്ഥത്തിലുള്ളത് ഈ നിമിഷം മാത്രമാണ്. അതൊരു നിധിയാണ്, ഒരു സമ്മാനമാണ്. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? രാവിലെ എണീറ്റാലുടൻ ബെഡിൽ നിന്ന് പോലും എണീക്കുന്നതിന് മുമ്പ് ഫോൺ എടുത്ത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒണിഞ്ഞു നോക്കും. നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ അറ്റൻഡ് ചെയ്യാനുള്ള ഇൻ്റർവ്യൂവിനെ പറ്റി ഓർക്കും. ഭാര്യയോടും മക്കളോടും ഒത്ത് സമയം ചെലവഴിക്കുമ്പോൾ നാളെ ഓഫീസിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്?
നമ്മുടെ ശരീരം ഒരിടത്തും, മനസ്സ് എവിടെയൊക്കെയോ അലഞ്ഞു തിരിയുമല്ലേ ചെയ്യുന്നത്. എന്നാൽ അതിനു പകരം നിങ്ങൾ ജീവിക്കുന്ന ഈ ഒരേ ഒരു നിമിഷത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അറിഞ്ഞ് ചെയ്യാൻ നോക്കൂ. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ രുചിയും മണവും ചൂടും തണുപ്പുമൊക്കെ അറിഞ്ഞ് ഭക്ഷിക്കാൻ നോക്കൂ. നിങ്ങൾ നടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കാലുകൾ ഭൂമിയിൽ തട്ടുന്നതും നിങ്ങളുടെ മുഖത്ത് കാറ്റിൻ്റെ തലോടലേൽക്കുന്നതും ദൂരെ കിളികളുടെ ശബ്ദവും കേട്ട് ആസ്വദിച്ച് നടക്കാൻ ശ്രമിച്ചു നോക്കൂ. അങ്ങനെ ഓരോ നിമിഷത്തെയും ഒരു അനുഭവമാക്കി മാറ്റൂ. അതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഇല്ലാതാക്കും. നിങ്ങളുടെ ഓവർ തിങ്കിങ് കുറയ്ക്കും. ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താനും അതിൽ ആസ്വാദനം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും. കാരണം സന്തോഷം ഓരോ നിമിഷത്തിലും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് കണ്ടെത്താൻ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് ഭൂതകാലത്തിൻ്റെ തടവറയിൽ നിന്നും ഭാവിയുടെ ഭയങ്ങളിൽ നിന്നും മോചിതരായി ഈ നിമിഷമെന്ന അത്ഭുതത്തിൽ ജീവിക്കാൻ പഠിക്കുക. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളറിയാതെ ഈ നിമിഷത്തിൽ കടന്നു വരുന്നത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ നമ്മൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളോ മാത്രമായിക്കൊള്ളണമെന്നില്ലല്ലോ എന്ന്. അത് ചിലപ്പോൾ വേദനകളാവാം, പ്രതിസന്ധികളാവാം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യും? ആ നിമിഷത്തെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കും? ആ നിമിഷത്തെ എങ്ങനെ നമ്മൾ ശാന്തമായി നേരിടും? അവിടെയാണ് ബുദ്ധിമാനായ ഒരുവന്റെ രണ്ടാമത്തെ രഹസ്യം വരുന്നത്. ഒഴുക്കിനൊപ്പം നീന്തുക, അല്ലെങ്കിൽ അംഗീകരിക്കാനും വിട്ടുകളയാനും പഠിക്കുക എന്നുള്ളതാണത്. നമ്മൾ നേരത്തെ എറിഞ്ഞ കല്ലാണ് ഇപ്പോൾ വന്ന് വീണിരിക്കുന്നത് എന്നും ഇപ്പോൾ ഈ നിമിഷത്തിൽ നല്ലതാണ് എറിയുന്നതെങ്കിൽ അതേ അടുത്ത നിമിഷം വീഴൂ എന്നും ഓർത്ത് സമാധാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനു പകരം നമ്മൾ സാധാരണയായി എന്താണ് ചെയ്യുക? എല്ലാം നമ്മളുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന് ശഠിക്കും. എല്ലായ്പ്പോഴും സുഖവും സന്തോഷവും മാത്രമായിരിക്കണം എന്ന് ശഠിക്കും. എന്നാൽ അതിന് തക്ക പ്രവൃത്തികളൊട്ട് ചെയ്യുകയുമില്ല. അതാണ് നമ്മളുടെ പാതി ദുഃഖങ്ങൾക്കും കാരണം. എന്നാൽ ചില സമയത്ത് നമ്മളുടെ നിയന്ത്രണത്തിനല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അതല്ലേ ശരിക്കും ജീവിതമെന്ന് പറയുന്നത്? ജീവിതം ഒരു ഒഴുകുന്ന പുഴ പോലെയാണ് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ആ പുഴയിൽ നമുക്ക് മുങ്ങാം, നീന്താം, ആസ്വദിക്കാം. എന്നാൽ അതിൻ്റെ ഗതി തിരിച്ചുവിടണമെന്ന് നമ്മൾ ശഠിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ശ്രമിക്കും തോറും നമ്മൾ തളർന്നു പോകും എന്നുള്ളതല്ലേ സത്യം? അങ്ങനെ പുഴയിൽ വെള്ളത്തിന് നടുവിൽ വെച്ച് തളർന്ന് നമ്മൾ ആ വെള്ളത്തിൽ മുങ്ങി ചത്തുപോവില്ലേ? അപ്പോൾ ഒരു ബുദ്ധിമാൻ ഇത് മനസ്സിലാക്കും എന്നുള്ളതാണ്. അവൻ സാഹചര്യം മനസ്സിലാക്കി പെരുമാറും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാട്ടിൽ ഒരു ശക്തിയേറിയ ഒരു ഓക്കുമരവും ഒരു മുളച്ചെടിയും ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ശക്തമായ ഒരു കാറ്റ് വീശുന്നു, ഓക്കുമരം ബലം പിടിച്ചു നിൽക്കുന്നു. എന്നാൽ ആ മുളച്ചെടി കാറ്റിന്റെ ഗതിക്കൊപ്പം സഞ്ചരിക്കുന്നു. അവസാനം എന്ത് സംഭവിക്കും? കാറ്റ് ശമിക്കുമ്പോൾ ഓക്കുമരം നിലംപൊത്തിക്കിടക്കും. എന്നാൽ മുളച്ചെടി നിവർന്നു നിന്ന് വീണ്ടും പുഞ്ചിരിക്കും. ഇവിടെ ആരാണ് കരുത്തൻ? സാഹചര്യം അനുസരിച്ച് വഴങ്ങിക്കൊടുത്ത മുളച്ചെടിയല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? സാഹചര്യം അനുസരിച്ച് വഴങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു പരാജയമൊന്നുമല്ല, മറിച്ച് അത് ശക്തിയുടെ ലക്ഷണമാണ്, ബുദ്ധിയുടെ ലക്ഷണമാണ്. എന്ന് വെച്ചാൽ ജീവിതം നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നതിനെ അത് നല്ലതായാലും മോശമായാലും ആദ്യമൊന്ന് അംഗീകരിക്കണം. എന്നിട്ട് അതിൻ്റെ പരിഹാര മാർഗങ്ങളെപ്പറ്റി, മറ്റു കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. തൽക്കാലം ഇതിനെ അംഗീകരിച്ച മതിയാവൂ എന്ന് തീരുമാനിക്കുക. ഈ ഒരു ചിന്തയ്ക്ക് നിങ്ങളുടെ മനസ്സിനെ അത്ഭുതകരമായി ശാന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ അയാൾ ആ സാഹചര്യത്തെയും ആ കമ്പനിയെയും അതിലെ മറ്റ് ആളുകളെയും കുറ്റം പറയുന്നതിന് പകരം അതൊരു അവസരമായി കണ്ട് ആ സാഹചര്യത്തെ മനസ്സിലാക്കി പുതിയ മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുകയോ ചെയ്യുക. അങ്ങനെ ആ സാഹചര്യത്തെ പോസിറ്റീവായി ഉപയോഗിക്കാൻ പഠിക്കുക. അല്ലാതെ നമ്മളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യത്തെപ്പറ്റി ഓർത്ത് വിഷമിച്ചിട്ട് എന്താണ് കാര്യം? മറിച്ച് അതൊരു പുതിയ തുടക്കത്തിനുള്ള അവസരമായി കണ്ട് അതിനെ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ വരുന്ന മാറ്റം ശ്രദ്ധിച്ചോ? എന്ന് വെച്ചാൽ നിങ്ങൾ യാഥാർത്ഥ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഊർജ്ജം നിങ്ങൾക്ക് മറ്റ് പോസിറ്റീവായ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്ന് വെച്ച് നിങ്ങൾക്ക് സംഭവിച്ചതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നല്ല, മറിച്ച് നിങ്ങൾ ബുദ്ധിമാനായതുകൊണ്ട് സാഹചര്യത്തെ അംഗീകരിക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് വിട്ടുകളയൽ അല്ലെങ്കിൽ ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്രയെത്ര ഭാരങ്ങളാണ് വെറുതെ ഒരു ആവശ്യവുമില്ലാതെ ചുമലിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. പഴയ മുറിവുകൾ, മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകൾ, അപമാനങ്ങൾ, പരാജയങ്ങൾ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് പറ്റിയ ഒരു പരാജയം അല്ലെങ്കിൽ ഒരു അബദ്ധം എന്നിങ്ങനെ വർഷങ്ങളോളം നമ്മൾ ഇതൊന്നും മറക്കാതെ
ആ ഓർമ്മകളെ വീണ്ടും വീണ്ടും അയവിറക്കി സ്വയം വേദനിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? മറ്റൊരാൾക്ക് വേദനിക്കാൻ വേണ്ടി നമ്മൾ നമ്മളുടെ കൈവെള്ളയിൽ തീക്കനൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പോലെയല്ലേ? അപ്പോൾ ശരിക്കും ആർക്കാണ് വേദനിക്കുന്നത്? മറ്റേ ആൾക്കോ അതോ നമുക്ക് തന്നെയോ? അതുകൊണ്ട് ബുദ്ധിമാൻ അനാവശ്യമായതിനെ ചുമലിൽ കൊണ്ടു നടക്കാതെ വിട്ടുകളയാൻ ശീലിക്കുന്നു. അത് മറ്റുള്ളവരോട് ചെയ്യുന്ന ഔദാര്യമല്ല എന്നും നമുക്ക് നമ്മളോട് തന്നെയുള്ള സ്നേഹവും കരുതലുമാണ് എന്ന് മനസ്സിലാക്കണം. മറ്റൊരാളോട് നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് അയാൾ ചെയ്യുന്നത് ശരിയായിരുന്നു എന്ന് അംഗീകരിച്ചു കൊടുക്കലല്ല, മറിച്ച് അത് നിങ്ങൾ ചെയ്ത തെറ്റ് എൻ്റെ സന്തോഷത്തെ നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചവരോടൊക്കെ ഓരോന്നായി മനസ്സുകൊണ്ട് ക്ഷമിക്കുക. നിങ്ങളുടെ പരാജയങ്ങളെയും നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളെയും സ്വയം അംഗീകരിക്കുകയും സ്വയം ക്ഷമിക്കുകയും ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റിവിറ്റി നിറയുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഈ നിമിഷത്തിൽ ജീവിക്കാനും നമ്മൾ കാലങ്ങളായി ചുമലിൽ കൊണ്ടു നടന്നിരുന്ന അനാവശ്യ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാനുമാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. അത് മറ്റൊന്നുമല്ല, ഉള്ളതിൽ സന്തോഷിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ നന്ദിയുള്ളവരാകാൻ പഠിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എനിക്ക് അതില്ല, ഇതില്ല, അവനെ പോലെ ആകാൻ പറ്റിയില്ല, അവളുടെ അത്രയും വലിപ്പമുള്ള വീട് എനിക്കില്ല, അത്ര നല്ല കാർ എനിക്കില്ല എന്നിങ്ങനെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മളുടെ ഇല്ലായ്മയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് നിർത്തുക എന്നുള്ളതാണ്. നമ്മളുടെ ഇല്ലായ്മയിലേക്ക് മാത്രം നോക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പൊതു സ്വഭാവമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം ഇല്ലായ്മയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കിയോ, നമ്മളുടെ ഈ ചിന്താഗതി നമ്മളെ എപ്പോഴും അസൂയാലുക്കളും അസംതൃപ്തരുമാക്കുകയുള്ളൂ. എന്നാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ഇതിൻ്റെ നേരെ വിപരീതമാണ് ചിന്തിക്കുക എന്നുള്ളതാണ്. അവൻ്റെ ശ്രദ്ധ തനിക്ക് ഉള്ളതിലേക്കായിരിക്കും. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപും രാവിലെ എണീറ്റതിന് ശേഷവും തനിക്ക് ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയും. അത് എത്ര ചെറിയ കാര്യങ്ങളെക്കുറിച്ചായാലും. എന്ന് വെച്ചാൽ എപ്പോഴും നന്ദിയുള്ള ഒരു ഹൃദയം കാത്തു സൂക്ഷിക്കുമെന്നർത്ഥം. നിങ്ങൾ ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങൾക്ക് നന്ദി പറയാൻ സാധിക്കുന്ന 5 കാര്യങ്ങളെപ്പറ്റി ഒന്ന് ഓർത്തു നോക്കിക്കേ. ഒന്ന്, നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കഴിയുന്നുണ്ട്, അതിനർത്ഥം നിങ്ങൾക്ക് കാഴ്ചയുള്ള 2 കണ്ണുകളുണ്ട് എന്നല്ലേ? 2, നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്, അതിനർത്ഥം നിങ്ങൾക്ക് കേൾവിശക്തിയുള്ള 2 ചെവികളുണ്ട് എന്നല്ലേ? അതില്ലാത്ത എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? 3, ഇത് കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ട്. 4, ഇപ്പോഴും നിങ്ങൾക്ക് ശ്വാസമെടുക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നുണ്ട്. എത്ര വലിയ അത്ഭുതമാണത്! 5, നിങ്ങളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ ലോകത്തുണ്ടാവുമല്ലോ, അതും വലിയൊരു ഭാഗ്യമല്ലേ? നിങ്ങൾ കണ്ണടച്ച് ഇത്രയും ചിന്തിച്ചപ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ശാന്തിയും സമാധാനം വന്നു നിറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതിന് കാരണം നിങ്ങളുടെ മനസ്സിനെ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിലേക്ക് മാറ്റാൻ സഹായിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ ഉള്ളതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള അനുഭവങ്ങളും അവസ്ഥകളും നമ്മളിലേക്ക് വീണ്ടും ആകർഷിച്ചെത്തും എന്നുള്ളതാണ്. അതിനായി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, നന്ദിയുള്ളവരായി ഇരുന്നാൽ മതി. അത് പ്രകൃതി നിയമമാണ്. നമ്മൾ ഉള്ളതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും നന്ദിയുള്ളവരാകുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ആകർഷിച്ചെത്തും, നമ്മളെ തേടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ എന്തു തന്നെയായാലും, അതിപ്പോൾ സമ്പത്തായാലും, നല്ല ആരോഗ്യമായാലും, നല്ല സ്നേഹബന്ധങ്ങളായാലും, നല്ല അംഗീകാരമായാലും എന്തും നമ്മളിലേക്ക് ആകർഷിച്ചെത്തും എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ, നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ആകർഷിച്ചെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.